പൊട്ടാസ്യം സമ്പന്നമായ മാംസാഹാര പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. പൊട്ടാസ്യത്തിന്റെ ഗുണങ്ങൾ, മാംസാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. പൊട്ടാസ്യം ഒരു പ്രധാന ധാതുവാണ്. കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. ഇത് ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുകയും സാധാരണ രക്തസമ്മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്നു. പേശികളുടെയും ഞരമ്പുകളുടെയും ശരിയായ പ്രവർത്തനത്തിനായി പൊട്ടാസ്യം ആവശ്യമാണ്. പൊട്ടാസ്യത്തിന്റെ പ്രാധാന്യം മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമുക്ക് പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാം. ആദ്യത്തെ പാചകക്കുറിപ്പ് മുട്ടദോശയാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 2 മുട്ട, 2 ടേബിൾ സ്പൂൺ തിന, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ സവാള, 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ തക്കാളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ആവശ്യമാണ്. പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ. പാകം ചെയ്യുന്ന രീതി: തിന, ഉലുവ, ഉഴുന്ന് എന്നിവ 8 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. മിക്സർ അല്ലെങ്കിൽ കല്ല് ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായി അരയ്ക്കുക. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അത് 6 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വെക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. ഇത് മാറ്റിവെക്കുക. നമ്മൾ ഇത് പിന്നീട് ഉപയോഗിക്കും. ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിൽ ഉപ്പ്, കുരുമുളക് പൊടി, സവാള, തക്കാളി എന്നിവ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് വയ്ക്കുക. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി ദോശമാവ് ഒഴിച്ച് തുല്യമായി പരത്തുക. ദോശ പകുതി വേവിച്ചു കഴിഞ്ഞാൽ മുട്ടദോശയിൽ ഒഴിക്കുക. ദോശ മറിച്ചിട്ട് വേവിക്കുക. മുട്ടദോശ തയ്യാറാണ്. 2 മുട്ടദോശകൾക്ക് ഏകദേശം 751 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. നമ്മുടെ അടുത്ത പാചകക്കുറിപ്പ് എള്ള് ചേർത്ത മത്സ്യമാണ്. ഞാൻ രോഹു ഉപയോഗിക്കും. നിങ്ങൾക്ക് ലഭ്യത അനുസരിച്ച് മറ്റേതെങ്കിലും മത്സ്യം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് മത്തി, അയല. ഈ മത്സ്യങ്ങളിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാചകക്കുറിപ്പ് ആരംഭിക്കാം. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്: 100 ഗ്രാം കഴുകി വൃത്തിയാക്കിയ രോഹു, 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, 1 ടേബിൾ സ്പൂൺ വറുത്ത എള്ള്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കരോം വിത്തുകൾ, 1 പിടി മല്ലിയില, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ. പാകം ചെയ്യുന്ന രീതി: കഴുകിയതും വൃത്തിയാക്കിയതുമായ മത്സ്യത്തിന് ഉപ്പും മഞ്ഞളും പ്രയോഗിക്കുക. ഇത് 20 മിനിറ്റ് മാറ്റിവെക്കുക. ഇപ്പോൾ കടലമാവ് ഒരു പാത്രത്തിൽ എടുക്കുക. ഇതിലേക്ക് അയമോദകം, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ജീരകവും ചേർക്കുക. മല്ലിപ്പൊടിയും മല്ലിയിലയും ചേർക്കുക. അല്പം വെള്ളം ചേർത്ത് നന്നായി കലർത്തി ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. അടുത്തതായി ആ പേസ്റ്റിൽ മത്സ്യം മുക്കി തുടർന്ന് എള്ള് വിത്ത് ഉപയോഗിച്ച് കോട്ട് ചെയ്യുക. ഒരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് പാകമാകുന്നതുവരെ ഇരുവശവും ഫ്രൈ ചെയ്യുക. എള്ളിട്ട മത്സ്യം തയ്യാറാണ്. 2 ചെറിയ മത്സ്യത്തിന് ഏകദേശം 885 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. മുളപ്പിച്ച പഞ്ഞപ്പുല്ലിന്റെ പൊടിയിൽ തയ്യാറാക്കിയ
ചിക്കൻ കട്ട്ലറ്റാണ് നമ്മളുടെ മൂന്നാമത്തെ പാചകക്കുറിപ്പ്. ഇത് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായത് 100 ഗ്രാം അല്ലെങ്കിൽ 4 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ, 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ ക്യാരറ്റ്, ഒരു അരിഞ്ഞ പച്ചമുളക്. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 മുതൽ 5 വരെ കറിവേപ്പില, കഴുകി അരിഞ്ഞ മല്ലിയില, രുചിക്ക് ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ. പാകം ചെയ്യുന്ന രീതി: നമ്മൾ ആദ്യം പഞ്ഞപ്പുല്ല് പൊടി ഉണ്ടാക്കും. പഞ്ഞപ്പുല്ല് കഴുകി ഒരു രാത്രി കുതിർത്ത് വയ്ക്കുക. ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. ഒരു നേർത്ത തുണിയിൽ കെട്ടി മുളപ്പിക്കാൻ വയ്ക്കുക. മുളപ്പിക്കാൻ ഏകദേശം 2 മുതൽ 3 ദിവസം വരെ എടുത്തേക്കാം. പഞ്ഞപ്പുല്ല് മുളച്ചാൽ വെയിലത്ത് വെച്ച് ഉണക്കുക. വേണ്ടത്ര സൂര്യപ്രകാശം ഇല്ലെങ്കിൽ എണ്ണയില്ലാതെ അവ ഒരു ചട്ടിയിൽ വറുക്കുക. പൊടിയുണ്ടാക്കാൻ തണുപ്പിച്ച് പിന്നെ പൊടിക്കുക. ഒരു ചട്ടിയിൽ ചിക്കൻ, ഗ്രീൻ പീസ്, ക്യാരറ്റ് എന്നിവ ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ചിക്കൻ, പച്ചക്കറികൾ പാകം ചെയ്യുന്നതുവരെ വേവിക്കുക. ഇതിന് ഏകദേശം 10 മിനിറ്റ് എടുക്കും. തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്തതിനു ശേഷം മിനുസമാർന്ന പേസ്റ്റായി അരയ്ക്കുക. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കി ചേരുവകൾ അരപ്പിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. ഇത് 2 ഭാഗങ്ങളായി വിഭജിച്ച് കട്ട്ലറ്റുകളായി രൂപപ്പെടുത്തുക. എണ്ണ ചൂടാക്കി കട്ട്ലറ്റുകൾ 2 വശവും വേവുന്നതുവരെ വറുത്തെടുക്കുക. പഞ്ഞപ്പുല്ല് പൊടിയിൽ തയ്യാറാക്കിയ ചിക്കൻ കട്ട്ലറ്റുകൾ തയ്യാറാണ്. 2 കട്ട്ലറ്റുകൾക്ക് ഏകദേശം 706 മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട്. നമ്മുടെ അവസാന പാചകക്കുറിപ്പ് ചീരച്ചെമ്മീൻ കറിയാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ: 100 ഗ്രാം ചെമ്മീൻ, ഒരു ഇടത്തരം അരിഞ്ഞ തക്കാളി, ഒരു ഇടത്തരം അരിഞ്ഞ സവാള, 1 കപ്പ് കഴുകിയ ചീര, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്: 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 4 മുതൽ 5 കറിവേപ്പില, ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണയും ആവശ്യമാണ്. പാകത്തിന് ഉപ്പ്. പാകം ചെയ്യുന്ന രീതി: കറി ഉണ്ടാക്കാൻ ചെമ്മീൻ നന്നായി കഴുകുക. ചെമ്മീനുകളുടെ പുറകുവശത്ത് ഒരു നാരുണ്ട്. അതിൽ നിന്ന് കറുത്ത നാര് പുറത്തെടുക്കുക. ഈ കറുത്ത നാര് മറ്റു വശങ്ങളിൽ നിന്നും കണ്ടെത്തിയാൽ അതും നീക്കം ചെയ്യാം. വൃത്തിയാക്കിയ ചെമ്മീനുകളിൽ ഉപ്പ് തേച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ചീര ചേർത്ത് 1 മിനിറ്റ് വേവിക്കുക. വെള്ളം കളയുക. ചീര തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്തു കഴിഞ്ഞാൽ മിനുസമാർന്ന പേസ്റ്റാക്കി ചീര അരച്ചെടുക്കുക. നമ്മൾ പിന്നീട് ഈ അരപ്പ് ഉപയോഗിക്കും. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. കടുക്, ജീരകം, കറിവേപ്പിലകൾ എന്നിവ ചേർക്കുക. കടുക് പൊട്ടുന്നവരെ വഴറ്റുക. ഇളം തവിട്ട് നിറമാകുന്നതുവരെ സവാള ചേർത്ത് വഴറ്റുക. തക്കാളി ചേർത്ത് മൃദുവാകുന്നതുവരെ വേവിക്കുക. എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് 5 മിനിറ്റ് വേവിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ചീര പേസ്റ്റ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് ചെമ്മീൻ പാകം ചെയ്യുന്നതുവരെ വേവിക്കുക. ചീര ചെമ്മീൻ കറി തയ്യാറാണ്. ഒരു പാത്രം ചീര ചെമ്മീൻ കറിയിൽ ഏകദേശം 972 മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട്. ഒരു പാത്രത്തിന്റെ അളവ് 150 മില്ലിലിറ്റർ ആണെന്ന് ഓർമ്മിക്കുക.
1 ടീസ്പൂൺ പരിപ്പ്, വിത്തുപൊടി എന്നിവ ഈ പാചകക്കുറിപ്പിനൊപ്പം ചേർക്കാൻ കഴിയും. പാചകം ചെയ്യുമ്പോൾ മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊപ്പം ഇത് ചേർക്കുക. ഇത് ദോശയ്ക്ക് ചട്നിയായി ഉപയോഗിക്കാം. 1 ടീസ്പൂൺ പരിപ്പ്, വിത്തുപൊടി എന്നിവ 50 മില്ലിഗ്രാം പൊട്ടാസ്യം നൽകുന്നു. പരിപ്പ്, വിത്തുകൾ എന്നിവയ്ക്കുള്ള പാചകക്കുറിപ്പ് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ പോഷകാഹാര പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.